ഏയ്, അടുത്ത വെക്കേഷന് നീ എന്നോടൊപ്പം വീട്ടിൽ വരണം. എന്റെ അച്ഛനുമായി പരിചയപ്പെടണം. വെക്കേഷന് ചേട്ടൻ വന്ന് വിളിച്ചോണ്ട് പോകും. ആഹാ, ചേട്ടനോട് പറയണം ഞാൻ വിനോദനെ സ്നേഹിക്കുന്നു, ചേട്ടൻ വിനോദൻ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരണമെന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും കെട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കണ്ട. ആഹാ, അമ്മാവാ, 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 എത്ര നാളായി അമ്മാവനെ കണ്ടിട്ട്. വിനോദ്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതാണ് പരവുമാവൻ. ഇത് വിനോദ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കോളേജിൽ പഠിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് അമ്മാവ വിശേഷം? ഓ, എന്തോ വിശേഷം. ഓമനിക്കും മാധവ ചേച്ചിക്കും സുഖം തന്നെയല്ലേ? അതൊക്കെ നിങ്ങൾ അറിയുന്നത് എന്തിനാ? വിജയേട്ടൻ എപ്പോഴും അമ്മാവന്റെ കാര്യം പറയും. അമ്മാവന് വിജയേട്ടനെ കാണണ്ടേ? എന്തിനു കാണണം? ഞാൻ പോകുന്നു. അമ്മാവാ, അമ്മാവാ, എന്താ പറഞ്ഞിട്ടില്ല ഒന്നും പറയാതെ പോയത്? വിജയേട്ടനും അമ്മാവനും തമ്മിൽ വഴക്കാണ്. രേവതി വിഷമിക്കാതിരിക്കൂ, എല്ലാം സാവധാനം ശരിയാവും. വരൂ, പോവാം. ഒരു ടെലഗ്രാം ഉണ്ട്. Father expired. Start immediately. ചതിപ്രയോഗത്തിലൂടെ അല്ലാതെ കുഞ്ഞിന്റെ അച്ഛന്റെ ചെറുവിരൽ പോലും അനക്കാൻ വിക്രമന് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഘാതകൻ ആരായിരുന്നാലും അവനെ നശിപ്പിച്ചേ തീരും. ഇന്ന് അദ്ദേഹത്തെ കൊന്നു, നാളെ നമ്മളെ ഒന്നടങ്കം നശിപ്പിക്കാൻ അവൻ ഒരുങ്ങും. ഇന്നലെ വരെ ഈ കസേരയിലിരുന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് ഈ വീട് നീ ഇന്ന് അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യം ഞാൻ പറയാം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവക്ക് വേണ്ടി വാങ്ങിച്ചതാ. ചേട്ടൻ ആള് കൊള്ളാമല്ലോ. എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആളാരാ? അവൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ആളെങ്ങനെയുണ്ട്? അതെല്ലാം നീ തന്നെ കണ്ടിട്ട് തീരുമാനിക്കും. എവിടെ? ചേട്ടൻ പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ. നിനക്ക് വീടെല്ലാം ചുറ്റി കാണണ്ടേ? വീടൊക്കെ പിന്നെ കാണാം. ആദ്യം ആളെ കാണിച്ചോ. ആ മുറിയിലിരിപ്പുണ്ട്, പോയി നോക്കൂ.
ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരേ ഒരു സമ്പാദ്യം എനിക്കുള്ളൂ, അത് നീയാണ്. ചേട്ടാ, നീ വിവാഹിതയായി ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടുമൊപ്പം സന്തോഷമായി ഇവിടെ കഴിയുന്നത് എനിക്ക് കണ്ണു നിറയെ കാണണം. ഈ കാണുന്ന കണ്ണാടി ചില്ലുകളിൽ നിങ്ങളുടെ പ്രതിബിംബങ്ങൾ മാത്രമേ പതിയാവൂ. ചേട്ടാ, വിക്രമ മുതലാളിയെ നേരിടാൻ ധൈര്യമുണ്ടായിരുന്ന ഒരേ ഒരാൾ ശ്രീധരനായിരുന്നു. അയാളുടെ കഥയും കഴിഞ്ഞു. നിർത്തണ്ട പട്ടികളെ. ആരടാ നീ? ശ്രീധരന്റെ മകൻ. ഇനിയും 4 എണ്ണം ബാക്കിയുണ്ട്. ആവശ്യമുള്ളവർ മുമ്പോട്ട് വരാം. നാണം കെട്ട പരീക്ഷകൾ. അവൻ വാൻ തട്ടിക്കൊണ്ടുപോയപ്പോ നീ എല്ലാം നോക്കി രസിക്കുകയായിരുന്നു. ശ്രീധരന്റെ മരണത്തിന് നമ്മളാണ് ഉത്തരവാദിയെന്ന് അവൻ എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ മരണത്തെക്കാൾ ക്രൂരമായിരിക്കും മകന്റേത്. അവൻ തട്ടിക്കൊണ്ടുപോയ അതേ വാനിൽ തന്നെ അവന്റെ ശവം നമ്മുടെ ഗോഡൌണിലെത്തും. അത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഗോഡൌണിൽ അവൻ ഇല്ലാതെയായി പോയി. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവരിൽ നിന്ന് തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടായേക്കും. ഉണ്ടാകണം. എന്റെ അച്ഛനെ കൊന്നവനോട് എനിക്ക് പകരം ചോദിക്കണം.